ഇന്നത്തേത് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നി എനിക്ക് ടിൻറ്റുവിന്റെ വക ഒരു ഹോം മെയ്ഡ് ബിരിയാണി ഉണ്ടാക്കി തന്ന കഥയാണ്. എന്നോടുള്ള അമിതമായ സ്നേഹമാണ് ഈ ബിരിയാണിക്ക് പിന്നിലെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിവെച്ച ബിരിയാണി റൈസ് ഇനിയും ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചു. അതിലുപരി അവൾക്കൊരു ഗിൽറ്റ് തോന്നാതിരിക്കാനും വേണ്ടിയാണ് ഇന്ന് ഈ സാഹസത്തിന് ഇറങ്ങി തിരിച്ചത്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ടിൻറ്റു ഉണ്ടാക്കിയ ആദ്യത്തെ ബിരിയാണി ഹ്യൂജ് സക്സസ് ആയിരുന്നത് കൊണ്ട് ഇന്നത്തെ ബിരിയാണി പ്രിപ്പറേഷന് അവൾക്ക് നല്ല ഉത്സാഹമായിരുന്നു. കൂട്ടത്തിൽ അമ്മയും കൂടി ചേർന്നപ്പോൾ എല്ലാം വേഗത്തിലായി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചേച്ചിയുടെയും കുട്ടികളുടെയും വരവും കൂടി ആയപ്പോ ബിരിയാണിക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണവും കൂടി. കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികളും ഉപ്പും തൈരും പച്ചമുളകും കൂടെ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സും ചെയ്ത് കുക്കറിൽ 2 വിസിലും അടുപ്പിച്ച് വേവിച്ചെടുത്ത ബിരിയാണി റൈസും ചേർന്ന് ദമ്മാക്കിയപ്പോ ഹോം മെയ്ഡ് ബിരിയാണി റെഡി. അലങ്കാരത്തിന് കുറിച്ച് സാലഡും കൂട്ടത്തിൽ 2 പപ്പടവും കൂടെ കാച്ചിയപ്പോ മിഷൻ ഹോം മെയ്ഡ് ബിരിയാണി കംപ്ലീറ്റഡ്. കാത്തിരിക്കാനുള്ള ക്ഷമയും വിശന്നിരിക്കാനുള്ള മനസ്സുമില്ലാത്തതിനാൽ ഒട്ടും സമയം കളയാതെ എല്ലാവരും കൂടെ ബിരിയാണി അങ്ങ് കാലിയാക്കി. അപ്പോ ബിരിയാണിയോടുള്ളതുപോലെ തന്നെ എല്ലാരോടും സ്നേഹം മാത്രം.